ഏതെങ്കിലും ഒരാള് ജ്യോത്സ്യന്റെ അടുത്ത് പ്രശ്നം വെക്കാൻ പോകുമ്പോൾ ജ്യോത്സ്യൻ പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ബലം പറയാ. ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ അതിനൊരു പ്രമാണം എപ്പോഴും ജ്യോത്സ്യന്മാര് പറയാറുണ്ട്. ഏതാ? ദൈവജ്ഞേന സമാഹിതേന സമയോ ദേശാ സ്വവായുർദശ പൃഷ്ടുസ്പർശനമാസൃതശ്ച ഹരിതോ പ്രശ്നാക്ഷരാണി സ്ഥിതി ചേഷ്ടാഭാവവിലോകനേ വസനാദ്യശ്ച തൽക്കാലജം പ്രച്ഛായാ സമയേ തദേതദഖിലം ജ്ഞേയം ഹി വക്തും ഫലം. ഇങ്ങനെ പറയുന്നത്. ദൈവജ്ഞേന സമാഹിതേന സമയോ, ദൈവജ്ഞന്റെ അടുത്തേക്ക് വരുന്ന സമയം. ദേശോ, ദേശം. സ്വവായുർദശ, ദൈവജ്ഞന്റെ അടുത്തേക്ക് വരുന്ന സമയം. ദൈവജ്ഞന്റെ അടുത്തേക്ക് വരുന്ന സമയം, ദേശം, വായുർദശ. ദൈവജ്ഞേന സമാഹിതേന സമയോ ദേശോ സ്വവായുർദശ പൃഷ്ടുസ്പർശനമാസൃതശ്ച ഹരിതൗ പ്രശ്നാക്ഷരാണി സ്ഥിതി. വരതാ പൃഷ്ടുസ്പർശനം. പൃഷ്ടുസ്പർശനം അപ്പൊ സ്പർശനം, പൃഷ്ടാവിന്റെ സ്പർശനം. ആശ്രിതർഷ, ആശ്രയരാശി. ഹരിതോ, ദിക്ക് നോക്കും. ആശ്രിതസ്ഥ ഹരിതോ പ്രശ്നാക്ഷരാണി സ്ഥിതി. പ്രശ്നാക്ഷരാണി, പ്രശ്ന അക്ഷരം. സ്ഥിതി നോക്കും. നിൽപ്പോ ഇരിപ്പിലുള്ള സ്ഥിതി നോക്കും. ചേഷ്ട, കൈകാലുകൾ കൊണ്ടുള്ള ചേഷ്ട. ഭാവവിലോകനേ, ഭാവം നോക്കും. വിലോകനം, വിലോകനമെന്നോ വിലോചനെന്നോ പറയാം. വസനാദ്യശ്ച തൽക്കാലജം, വസനം. വസനം എന്ന് പറഞ്ഞാൽ വസ്ത്രം. വസനാദ്യശ്ച, വസനാദികൾ. തൽക്കാലജം, തൽക്കാലത്തെ രാശി നോക്കൂട്ടാ, രാശി. പ്രച്ഛായാ സമയേ തദേതദഖിലം, ചോദിച്ച സമയം, സമയത്തുള്ള ഇതെല്ലാം. തദേത്, അഖിലം, ഇതെല്ലാം. പ്രച്ഛായാ സമയേ തദേതദഖിലം ജ്ഞേയം ഹി വക്തും ഫലം. അറിഞ്ഞ്, ജ്ഞേയം, അറിഞ്ഞിട്ടാണ് ഫലം പറയുന്നത്. അപ്പോ ഇത് വേണമെങ്കിൽ പ്രമാണം പഠിച്ചു വെക്കാം. ദൈവജ്ഞേന സമാഹിതേന സമയോ ദേശാ സ്വവായുർദശ പൃഷ്ടുസ്പർശനമാസൃതശ്ച ഹരിതോ പ്രശ്നാക്ഷരാണി സ്ഥിതി ചേഷ്ടാഭാവവിലോകനേ വസനാദ്യശ്ച തൽക്കാലജം പ്രച്ഛായാ സമയേ തദേതദഖിലം ജ്ഞേയം ഹി വക്തും ഫലം. ഇങ്ങനെയാണ് പ്രമാണം. അപ്പോ ഇതില് ദൈവജ്ഞൻ എന്ന് പറഞ്ഞാൽ ദൈവജ്ഞേന സമാഹിതേന സമയം. ദൈവജ്ഞേന, ദൈവജ്ഞന്റെ അടുത്തേക്ക് സമാഹിതമാകുന്ന സമയം. ആരാണ് ചോദിക്കാനായിട്ട്? ദൂതൻ വരും. അല്ലെങ്കിൽ ദൂതൻ എന്നൊക്കെ പഴയ വാക്കുകളാ. ഒരാള് വേറൊരാളുടെ കാര്യം ചോദിക്കാനായിട്ട് വരും. അപ്പൊ വേറൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കാര്യം അറിയേണ്ട ആള് വരുന്നവനാ ദൂതൻ എന്ന് പറയാം. അല്ലെങ്കിൽ പ്രശ്നു എന്ന് പറയാം. പ്രശ്നു എന്ന് പറഞ്ഞാൽ പ്രശ്നം. പ്രശ്നം എന്നുള്ള സംസ്കൃത വാക്കിന്റെ അർത്ഥം ചോദ്യം എന്നാണ്. ചോദിക്കുന്ന ആള്. ജ്യോതിഷേന സമാഹിതേന സമയോ. അപ്പൊ സമയം, ഒരു സമയത്ത് ജ്യോതിഷന്റെ അടുത്തേക്ക് വരും. ജ്യോതിഷന്റെ അടുത്തേക്ക് വരുന്ന സമയം. ദേശം, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഫസ്റ്റ് ഇയാള് ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചിലപ്പോ വീട്ടിലായിരിക്കും, ചിലപ്പോൾ ഓഫീസിലായിരിക്കും, ചിലപ്പോൾ റോട്ടിലായിരിക്കും. എവിടെയാണായാലും ആ ദേശം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സ്പെഷ്യാലിറ്റി എടുക്കണം. ഞാൻ എപ്പോഴും ജ്യോതിഷം പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ്, there is only one thing which have to be considered, that is കാരക. കാരകം ഓഫ് പ്ലാനറ്റ്സ്, കാരകം ഓഫ് രാശിസ്, കാരകം ഓഫ് സ്റ്റാർസ് and it interrelationships and interactions.
will give you the explanation of events. You have to explain the events. Eventsനെ explain ചെയ്യാൻ പറ്റണം. Eventsനെ പറയാൻ പറ്റണം. ഒരു സംഭവത്തെ പറയാൻ പറ്റണം. Otherwise it will be happen or not എന്ന് പറഞ്ഞാൽ പോരാ. അതായത് ഇപ്പൊ നമ്മൾ ഭാവഫലം പറയുന്ന സമയത്ത് പറയൂലേ, ഇപ്പൊ 4-ാം ഭാവം പറയണ മാതാ സുഹൃമാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനമാസനം ജലാളിത്യം ശൈനം ചവൃത്തി പശ്വാധികം വിഷമഗ്രഹം ചതുർത്ഥാൽ എന്ന് പറയുമ്പോ അതിൽ നിൽക്കുന്നത് പാപഗ്രഹമാണെങ്കിൽ ഇതിനൊക്കെ കുഴപ്പം. 4-ാം ഭാവം പോയി, കുഴപ്പോ എന്ത് കുഴപ്പം? ആർക്ക് കുഴപ്പം? അമ്മയ്ക്കാണ്. മാതാ സുഹൃമാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യം അംബ ശയനം ച വൃദ്ധി പശ്വാധികം വേശ്മഗ്രഹം ചതുർത്ഥാൽ. ഇതിലേതാണ്? ഏതിനാണ് പ്രശ്നം? ഏതിന് എന്താണ് പ്രശ്നം? ഇതൊക്കെ പോയി അല്ലെങ്കിൽ ഇതൊക്കെ കുഴപ്പമുള്ളതാണ്. ഏതിനാ പ്രശ്നം പറയണമെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ഓൾ ദ കാരകാസ് ഓഫ് ഓൾ ദ പ്ലാനറ്റ്സ് ആൻഡ് രാശിസ്. ഓക്കെ, അപ്പൊ സമയം, ദേശം, വായുർദശ. എന്താ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. ശരകല, ഇതിനെപ്പറ്റി കുറെ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാനിത് എന്റെ 16-ാമത്തെ വയസ്സിൽ ശരകല പഠിച്ചതാണ്. ഈ സാധനം ജ്യോതിഷ പ്രകാരം പഠിക്കുന്ന സമയത്തെ വായു ഇടത്തെ കൂടി പോയ ആ ബലം, വലത്തെ കൂടി പോയ ഈ ബലം, അങ്ങനെ ഇങ്ങനെ, ഇവിടുന്ന് ചോദിച്ചാൽ ആ ബലം, അവിടുന്ന് ചോദിച്ചാൽ ഈ ബലം, ഇവിടുന്ന് ചോദിച്ചാൽ ആ ബലം, ചുറ്റും പുറകിൽ ഈ സൈഡിൽ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ പറയും. ഇതെന്താണ് സംഭവം എന്ന് നിങ്ങൾ തന്നെത്താനെ ആലോചിച്ചാൽ മതി. ഇതെന്താണ് സംഭവം? ഇതിൽ എന്തൊക്കെ കിടക്കണം? ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഇതിനെപ്പറ്റി നടത്തുമ്പോൾ തന്നെ 1 ഇയർ കോഴ്സ് വെച്ച് കൊടുത്തിരുന്നു. എല്ലാ ദിവസവും ക്ലാസ്, 300 ക്ലാസ്, ഈവൻ റെക്കോർഡഡ് വീഡിയോസ് വെച്ചിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ most of the videos will be having the length of at least 10 to 15 minutes, and some videos will be having more than half an hour lengthy. അപ്പൊ അങ്ങനെയുള്ള സാധനം, അതായത് അരമണിക്കൂറിൽ പോലും ലെങ്ത് വരുന്ന വിഷയമാണ് നമ്മൾ 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ആക്കിയിട്ട് ചിലപ്പോൾ കൊടുക്കണം. 10-15 മിനിറ്റ് ഒക്കെ ഉണ്ടാവും മിനിമം വീഡിയോ. അങ്ങനെ അത്രയും നാളെടുക്കാനുള്ള സംഭവം. ഈ അത്രയും പഠിക്കാണ്ട് ശരം അറിയുന്നവന് ജ്യോതിടം തേവയില്ല എന്ന് പറയും. അപ്പൊ ഈ ശരകലയാണ് ഈ വായുർദശ എന്ന് പറയുന്നത്. പക്ഷെ ശരകലയും വായുർദശയായിട്ട് വ്യത്യാസമുണ്ട്. അത് വേറെ വിഷയം. വായു പോണതല്ല ശരം. ഈ ശരം അറിയാതെ ജ്യോതിഷം നോക്കാൻ പറ്റില്ല എന്നാണ് സത്യത്തില്. ശരം അറിഞ്ഞവർ എത്ര പേരുണ്ടെന്ന് ആർക്കറിയാം? വായു ഓക്കെ, ലെഫ്റ്റ് വായു പോയി, റൈറ്റ് വായു പോയി. കുറ്റം പറയണല്ല, അറിയണ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്പേഴ്സ്, യു ഹാവ് ടു കൺസിഡർ വെദർ യു നോ ശരം റിയലി. പൃഷ്ഠസ്പർശനം, പൃഷ്ടാവ് എവിടെ സ്പർശിച്ച, ഇവിടെ സ്പർശിച്ചോ, ഇവിടെ സ്പർശിച്ചു, ഇവിടെ സ്പർശിച്ചു, അവിടെ സ്പർശിച്ചു. അപ്പൊ നിങ്ങൾ ഹോരയില കലാം ഗാനി വരാംഗം മാനനമുരു ഹൃത്ക്രോഡവാസ്വഭൃതോ വസ്തിർവ്യഞ്ജനമുരു ജാനിയുകളെ ജംഗേ തദേ അംഘ്രിത്വയേ മേഷാശി പ്രഥമ. ട്യൂൺ മാറി. അപ്പൊ ഇപ്പൊ പറഞ്ഞതെല്ലാം ആയിട്ടുണ്ട്. അംഘ്രിദ്വയം വരെയുള്ള അവയവങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ അത് കാരകത്വമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കണം. ഇവിടെ ഇട്ട് ചോണ്ടി, ഇവിടെ ഇട്ട് ചോണ്ടി, ഇവിടെ ഇട്ട് ചോണ്ടി. എന്ത്? ഇവിടെ സ്പർശിച്ചു, ഹൃദയത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാല് ഇന്ന പ്രശ്നം, അല്ലെങ്കിൽ ഗുഹ്യഭാഗത്ത് സ്പർശിച്ച് ഇന്ന പ്രശ്നം എന്നല്ല, ഏത് രാശിയെ സ്പർശിച്ചു, അപ്പൊ ഏത് ഗ്രഹത്തിന്റെ കാരകത്വം വരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ആശ്രയരാശി, നിൽക്കുന്ന രാശി, നിൽക്കുന്ന ദിക്ക് പ്രധാനമാണ്, നിൽക്കുന്ന രാശി പ്രധാനമാണ്. ചിലപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ചില സൈഡിൽ വന്നിട്ടൊക്കെ ചോദ്യം ചോദിക്കാം. ഒരു സെക്കൻഡ്, വീഡിയോ വർക്കിംഗ് അല്ലേ? അതെ, ഒരു സെക്കൻഡ്. അതായത് ഇവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ, ഇവിടെ, ഇവിടെയൊക്കെ നിന്ന് ചോദിക്കുമ്പോൾ ഏത് ദിശയിൽ നിന്ന് ചോദിച്ചെന്നും ഏത് ദിക്കിൽ നിന്ന് ചോദിച്ചെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മളെ, ഒരാള് നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ കാരകത്വം, ദിക്കിന് കാരകത്വം ഉണ്ട്, അറിയാലോ. ഖദിർ സെയ് പൊന്മാൻ പുതിർ മന്ദൻ മതി പാമ്പ്, ഇതൊന്ന് ഒരു കാരകത്വം. ഖദിർ സെയ് പൊന്മാൻ പുതിർ മന്ദൻ മതി പാമ്പ് എന്നുള്ളത് തമിഴാണ്. പിന്നെയും ഉണ്ട് വേറെ കാരകത്വം, ഹോരാശാസ്ത്രത്തില് ഉണ്ടല്ലോ. പ്രാഗാതിശേരവി ശുക്ര ലോഹിത തമു
സൗരേന്ദു വിത്സൂരയ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ. അപ്പൊ ആ ദിക്ക് വെച്ചിട്ട് നമ്മൾ അറിയണം. പ്രശ്നാക്ഷരാണി, പ്രശ്നത്തിന്റെ അക്ഷരം. ഇത് ശരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇന്റർ കണക്ട് ചെയ്ത് വരുന്നു. കാരണം അക്ഷരവും ശരവും കണക്റ്റഡ് ആ. പ്രാണൻ. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിലും തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാല് 2 കലകൾ അവിടെ ഉണ്ടാകും. ഒന്നാമത്തത് ഇപ്പൊ ആ ആ ഈ എന്ന് പറയുന്ന അക്ഷരങ്ങളും ക ഖ ഖ ഖ ങ എന്ന് പറയുമ്പോ ഇപ്പൊ ക പ്ലസ് ഹായാണ് ഖ. ഖര, അധിഖര, മൃദുഘോഷ അനുനാസികങ്ങൾ ശബ്ദത്തിൽ ഉണ്ട്. ഊഷ്മാക്കള് ഒക്കെ വരും. അപ്പോ ഈ ശബ്ദങ്ങളുടെ ആ ശബ്ദം ഉച്ചരിക്കുമ്പോഴുണ്ടാവുന്ന എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഒറ്റ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. അയ്യണുക്ക് അയ്യോ അയ്യോ ഛായവരൻ ഞമണൻ ചപഞ്ഞ് ഘടക ജപ കട ശകപ ചടത ചടത കപേ ശശധർ ഹല്. ഇങ്ങനെ, അതായത് അയ്യണുക്ക് ഏയോ അയ്യോ ഛായവരട്ടിലാണ് ഞമങ്ങണൻ ചപഞ്ഞ് കടത ജപ കടത ശകപ ചടത ചടത കപേ ശശധർ ഹല്. ഇങ്ങനെ പറയുന്ന ഇതിൽ നിന്ന് വന്നിട്ടുള്ള അച്ചും ഹല്ലുകളും തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ ഉടൽ ഉയിർ എന്ന് പറയും. ഉയിരെഴുത്ത്, ഉയിർ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ഉയിരെഴുത്ത്, ഉടലെഴുത്ത് എന്ന് പറഞ്ഞ് 2 ടൈപ്പ് ഓഫ് എഴുത്തുകളുണ്ട്. അതിൽ ഓരോ എഴുത്തുകൾക്കും ഓരോ അക്ഷരത്തിനും വേറൊന്ന് പകയാണ്, പകയെഴുത്ത് എന്ന് പറയും. അപ്പൊ ഈ എഴുത്തുകളെ പറ്റി മനസ്സിലാക്കണം. ഇതിന് പഞ്ചഭൂത തന്മയുണ്ട്. ശരത്തിൽ പറയുന്ന മാതിരി ശരത്തിൽ എപ്രകാരം പഞ്ചഭൂതങ്ങളും നവഗ്രഹങ്ങളും 12 രാശികളും ഓടുന്നുവോ അതുപോലെ തന്നെ പ്രശ്ന അക്ഷരത്തിലും ഉണ്ട്. ഇതെന്തിനു ഉപയോഗിക്കുന്നു? ഏവൽ പില്ലി ശൂന്യം ചെയ്യാൻ തമിഴ് മാന്ത്രികര് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന ആ വാക്കിന്റെ ആദ്യ അക്ഷരം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ നിന്നാണ് എനർജി സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ലെറ്റർ. അടുത്തത് സ്ഥിതി. ഇരിപ്പാണോ, നിപ്പാണോ, ഇനിയിപ്പാണോ. ഇതിൽ നമ്മൾ ശരം പഠിപ്പിക്കുമ്പോൾ സംഗായമാനം പഠിപ്പിക്കും. സംഗായമാനം അറിയാത്തവനെ മർമ്മം ചെയ്യാൻ പറ്റില്ല എന്ന് പ്രധാനമായിട്ടും നമ്മൾ പറയാറുണ്ട്. സംഗായമാനം അറിയില്ലെങ്കിൽ ശരം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ സംഗായമാനത്തില് സ്ഥിതി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഇരിക്കുകയാണോ, ഇടങ്കാലാണോ, വടങ്കാലാണോ, ഇടങ്കയാണോ, വലങ്കയാണോ, ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ളതെല്ലാം ഇതിൽ വരും. ചേഷ്ട. ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ, ഇങ്ങനെയൊക്കെ ചേഷ്ട, ഇങ്ങനെ ചേഷ്ട, അങ്ങനെ ചേഷ്ട, കൈകൊണ്ട്, കാലും കൊണ്ട്, തല കൊണ്ടൊക്കെ കാണിക്കുന്ന പല ആക്ഷൻസ്. ഭാവം, ഇതൊക്കെ പഠിക്കണം. ചിരിച്ച ഭാവം, ദുഃഖം, അതായത് ഇമോഷൻസ് ഉണ്ടല്ലോ. മോസ്റ്റ്ലി 9 ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഉണ്ടല്ലോ. പ്ലഷർ, ഹാപ്പിനെസ്, ഗ്രീഫ്, അതായത് ദുഃഖം, സന്തോഷം, ക്യൂരിയോസിറ്റി, ഫിയർ, എക്സൈറ്റ്മെന്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ ഇമോഷൻസ് റീഡ് ചെയ്തെടുക്കാൻ പറ്റണം. കണ്ണിൽ നിന്നും ചുണ്ടിൽ നിന്നും. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ, കീഴോട്ടാണെങ്കിലോ മുകളിലോട്ടാണെങ്കിലോ ചിരിയാണെങ്കിലോ കണ്ണിന്റെ ഈ ഭാഗം ദേഷ്യമാണോ, ദുഃഖമാണോ, ഇതെല്ലാം കണ്ണുകൊണ്ടും ചുണ്ടുകൊണ്ടുമുള്ള ഭാവങ്ങളും തല കൊണ്ടുള്ള ഭാവങ്ങളും അറിയാൻ പറ്റും. വിലോകന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടം ഇമ്പോർട്ടൻ്റാ. മുകളിലോട്ട് നോക്കോ, ഇങ്ങോട്ട് നോക്കി പാസ്റ്റ് എക്സ്പീരിയൻസ് ചിന്തിക്കുകയോ, ഇങ്ങോട്ട് നോക്കി നുണ പറയാൻ നോക്കുന്നുണ്ടോ, ഇങ്ങോട്ട് നോക്കി വികാരാർത്ഥമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയാണോ, ഇങ്ങോട്ട് നോക്കിയിട്ട് ഇനി വരാനിരിക്കുന്ന കാര്യത്തെ പറ്റി ഫിയർ ആണോ, ഇതൊക്കെ നോട്ടം കൊണ്ട് മറിഞ്ഞിരിക്കണം. വസനം. വസനം എന്ന് പറഞ്ഞാൽ വസ്ത്രം. അപ്പൊ നേരിട്ട് ഒരാള് പ്രശ്നം വെക്കാൻ വരുമ്പോ ഇടുന്ന വസ്ത്രത്തിന്റെ കളറ്, ക്യാമറ നോക്കണേട്ടോ. കഴിഞ്ഞ ദിവസം വീഡിയോ പിടിച്ച സമയത്ത് 1 hour വീഡിയോ ഇതിന്റെ അല്ല, വേറൊരു ക്ലാസ്സിന്റെ പിടിച്ചിട്ട് 5 minute കഴിഞ്ഞപ്പോ അത് കട്ടായിപ്പോയി. ബാറ്ററി ഉണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പൊ വസനം എന്ന് പറയുമ്പോ നീലയിട്ട് വന്നു, കറുപ്പിട്ട് വന്നു എന്നും പറഞ്ഞ് പ്രശ്നമാണ് മനസ്സിലാക്കാതെ രാശിക്കുള്ള നിറം, അതേപോലെ ഗ്രഹത്തിനുള്ള നിറം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ കാണാണ്ട് അറിയാമെന്ന് എനിക്കറിയാം. ഇപ്പൊ ചുവപ്പാണെങ്കിൽ സൂര്യൻ. അപ്പൊ നിങ്ങൾ ആ പ്രമാണം പഠിച്ചാൽ മതി അല്ലെ. രക്തശ്യാമോ ഭാസ്കരോ ഗൗര ഇന്ദു നത്യുച്ചാങ്കോ രക്ത ഗൗരാശ്ച വക്ര. ഇതുണ്ടല്ലോ, ആ പ്രമാണം പഠിച്ചു വെക്കുക. അപ്പൊ ഇതിൽ ഏത് ഗ്രഹത്തെ കൊണ്ടാണോ നമ്മൾ ചിന്തിക്കേണ്ടത്,
എന്നാണ് ചിന്തിക്കേണ്ടത്. അതായത് ഒരു വസ്ത്രം ധരിച്ച ഒരാൾ വരുമ്പോൾ അയാളുടെ വസ്ത്രത്തിന്റെ കളർ വെച്ച് അയാളിൽ ആ ടൈമുള്ള ഗ്രഹത്തിന്റെ ആധിക്യം. അപ്പൊ നീല ധരിച്ചു കൊണ്ടുവന്ന എപ്പോഴും ഇതുണ്ട്. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് നീല എന്ന് പറയുമ്പോൾ 2 നീല ഉണ്ടല്ലോ. ഈ നീലയുണ്ട്, ഇപ്പൊ എന്റെ കൈമ കിടക്കണ നീലയുണ്ട്. ഈ വാച്ചിന്റെ കളർ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും, ഇത് ശനിയുടെ കളറല്ലേ. അപ്പൊ അതിനും ഇതുണ്ട്. ഇത് നിങ്ങൾ 2 കളർ ചേരുമ്പോൾ ഏത് കളറാവുമെന്ന് ചിന്തിക്കണം. ഇത് വ്യാഴത്തിന്റെ കളറായിട്ടാണ് തമിഴ് അസ്ട്രോളജിയിൽ എടുക്കാറ്. എന്നാൽ മറ്റു നീലകളും ബ്ലാക്കും ഒക്കെ ശനിയുടെ ആയിട്ട് എടുക്കും. അങ്ങനെ എല്ലാ കളറുകളും, ഇപ്പൊ സ്യാൻ ആണോ, ടീലാണോ, ഏത് കളർ, പിങ്ക് ആണോ എന്നൊക്കെ എല്ലാ കളറും എടുക്കണം. അല്ലാണ്ട് രക്തശ്യാമോ, ഭാസ്കര, ഗൗരൈന്ദു, തുച്ഛാങ്കു, രക്തഗുരസ്റ്റോ, വക്ര, ദുർവാശ്യാമോ, അപ്പൊ ദുർവ ഏതാ കളറാണ്, ബുധന് എന്ന് പറഞ്ഞിട്ട്, ശ്യാമോ ശുക്രി, ഭാസ്കരി, കൃഷ്ണദേഹ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. ഇങ്ങനെ ബേസിക് കളർ മാത്രം എടുത്താൽ പറ. ഇതിനപ്പുറം നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ദ കളേഴ്സ് വി ഹാവ് ടു കൺസിഡർ. എല്ലാ കളറും നമുക്ക് അറിയണം. പിന്നെ രാശി, ഈ പറയുന്ന എല്ലാം കൺസിഡർ ചെയ്തിട്ട് രാശി ക്ഷേത്ര ഗൃഹർഷഭാനി ഭവനം ച ഏകാർത്ഥ സംവൃത്തയേ എന്ന് പറയുന്ന തരത്തില് 6 ടൈപ്പ് ഓഫ് രാശികൾ എടുക്കാം. അതായത് ഉദയം, ആരൂഢം, ശത്രരാശി, ചന്ദ്രാധിഷ്ഠിത രാശി എന്ന് പറയുന്നത് എടുക്കാം. അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി എടുക്കാം. അംശക രാശികൾ എടുക്കാറുണ്ട്. പ്രധാനമായി 6 രാശികളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ ഇതിലേക്ക് കൂടി പോണില്ല, പറയാത്തോണ്ടാണ്. എന്തായാലും കൺഫ്യൂഷൻ ആക്കുന്നില്ല. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ ഇനി അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. രാശി ക്ഷേത്ര ഗൃഹപാനി ഭവനം ഏകാർത്ഥ സമ്പ്രദായി എന്ന് പറയുന്നതിൽ നിന്ന് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നിങ്ങൾ അടുത്ത വീഡിയോ കണ്ടാൽ മതി. അപ്പോ ഇത്രയും സംഭവങ്ങൾ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രശ്നമാർഗം പഠിക്കുകയാണെങ്കിലേ ഈ വക സാധനങ്ങള് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ജ്യോത്സ്യൻ ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നതാണ്. ഇതിൽ നിന്നുള്ളൊരു ഗുണപാഠം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് സന്തോഷമുള്ള സമയത്ത് അയാളോട് നമുക്ക് സംസാരിക്കാൻ കറക്റ്റായിട്ട് പറ്റുന്ന ഒരു സമയത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോവുക എന്നുള്ള ഒരു ശബലം. നല്ല സ്ഥലത്ത്, പോസിറ്റീവ് ആംബിയൻസ് ഉള്ള സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും ഒരാളെ കണ്ടുമുട്ടുക എന്നുള്ളത് മനസ്സിലാക്കണം. വായുർദശ ശരം പഠിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ചന്ദ്രനാടി വേണോ, സൂര്യനാടി വേണോ, ചന്ദ്രനാടിയിൽ ജലം വേണോ, ചന്ദ്രനാടിയിൽ ഭൂമിഭൂതം വേണോ എന്നൊക്കെ ഉള്ളതൊക്കെ കണക്കുണ്ട്. പഞ്ചഭൂതങ്ങളെയും ഗ്രഹങ്ങളെയും വെച്ച് കണക്കാക്കണമെങ്കിൽ അത് വ്യാഴം ഇരിക്കുന്ന സമയം ധനുരാശി എന്ന് പറയുന്ന എന്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോകണം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റും. എനിക്കത് അറിയുന്നതുകൊണ്ട്. നിങ്ങളത് പഠിച്ചാലേ പറ്റുള്ളൂ. അത് പോട്ടെ, വിട്ടുകളയാ. സ്പർശനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവിടെ ചെന്നിട്ട് അത് ഇത് ഇവിടെ എന്നും സ്പർശിക്കാം. വളരെ ടിപ് ടോപ്പ് ആയിട്ട് നമ്മളുടെ ആക്ഷൻസ് എല്ലാം ശരിയാക്കിയിട്ട്, കണ്ടില്ലേ, ചേഷ്ടയൊക്കെ ശരിയാക്കിയിട്ട് വേണം ഇതാവാൻ. ഒരാളുടെ അടുത്ത് പോയിട്ട് സൈഡിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഇപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ ഒന്നും കാണണോന്ന് ഇങ്ങനെ ഒന്നും പോയിട്ട് നിങ്ങൾ ഇരിക്കരുത്. വേണ്ട ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണ്ട വിധത്തിൽ നല്ല ഇതായിട്ട് ഇരിക്കാൻ നോക്കണം. ദിക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാം. നമ്മളെ പല വലിയ വലിയ IAS ഓഫീസർമാരൊക്കെ പല യൂട്യൂബിൽ സംസാരിക്കണുണ്ട്. ഇന്ന ദിക്കിൽ നോക്കിയിരുന്നാൽ, അത് ശരകല പഠിപ്പിക്കുമ്പോഴേ നമ്മൾ പറയുന്ന, ഇന്ന ദിക്കിൽ നോക്കിയിരുന്നാൽ അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ട്. കിഴക്ക് നോക്കിയിരിക്കുമ്പോഴോ പടിഞ്ഞാറ് നോക്കിയിരിക്കുമ്പോഴോ ഉള്ള എനർജി വേറെ വേറെയാണ്. അക്ഷരം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ആധികാരികമായിട്ടുള്ള ടോണിലൊന്നും സംസാരിക്കാതിരിക്കുക. ക്രോസ് ചെയ്ത് ഇരിക്കാതിരിക്കുക. ക്രോസിങ് വരാറുത്. ഓപ്പൺ ആയിരിക്കുന്നത്, ഓപ്പൺ വേണ്ടടുത്ത് ഓപ്പണും ക്രോസ് വേണ്ടടുത്ത് ക്രോസിങ്ങും നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ മനസ്സിലാക്കി ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. ബോഡി ലാംഗ്വേജ് ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ ബോഡി ലാംഗ്വേജ്, ഇപ്പൊ കളരിയുടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലോ ഇതിനൊക്കെ ഓരോ ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. അക്ഷരം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സൈക്കോളജി തന്നെ, നമ്മളൊക്കെ സൈക്കോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കും. നുണ പറയുന്ന ആള് റൈറ്റ് സൈഡിൽ അപ്പർ കോർണറിലേക്ക് നോക്കി സംസാരിക്കുന്നത്, ഇതെല്ലാവർക്കും അറിയാം. ഇപ്പൊ അറിയാം. അന്നൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ സൈക്കോളജിസ്റ്റുകൾക്കാണ് ഇതൊക്കെ മെയിൻ ആയിട്ട് അറിയാവുന്നത്. കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ, ഞാൻ പഠിച്ചത് കൗൺസിലിംഗ് സൈക്കോളജിയാണ്. അപ്പോൾ കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് ഒരാളുടെ ഫേസ് എക്സ്പ്രഷൻസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരായിട്ട് റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ ആ സമയത്ത് അവരുടെ വിലോചനം കണ്ണിലേക്ക് തുറിപ്പിച്ചു നോക്കാതെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അവരുടെ ചുണ്ടുകളും കണ്ണുകളും എന്ത് കഥ പറയുന്നു എന്നുള്ളത്.
അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ ഒരാളോട് ഡീൽ ചെയ്യുമ്പോൾ വസനം എന്ന് പറഞ്ഞ മുഖം, വസനം എന്ന് പറഞ്ഞ ഡ്രസ് കോഡ് പക്ക ആയിരിക്കണം. നിങ്ങളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് പോകുമ്പോൾ പക്ക ഡ്രസ് കോഡ് ആയിരിക്കണം. ഇൻഷർട്ട് ആണെങ്കിൽ അത് ഫോർമൽ ആണെങ്കിൽ ഫോർമൽ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുക. വാച്ച് തന്നെ ഫോർമൽ ആയിട്ട് ഉപയോഗിക്കുക. എല്ലാം ഫോർമൽ സിറ്റുവേഷൻ, ഫോർമൽ, കാഷ്വൽ ആണെങ്കിൽ കാഷ്വൽ, അതുപോലെ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഒരു ജ്യോത്സ്യൻ അവന്റെ മുന്നിലേക്ക് വരുന്ന ഒരാളെ ആ നോട്ടത്തിൽ തന്നെ അളക്കുന്നുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴല്ല, ഇത് രാജാവിന്റെ കാലഘട്ടത്തില്, അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള പാടലുകൾ അടങ്ങുന്ന ഈ പ്രശ്നമാർഗം മുതലായ സംസ്കൃതത്തിൽ എഴുതിയതുകൊണ്ട്, സ്കന്ധപരമല്ല തമിഴിലുള്ളതുകൊണ്ട്, പരാശരന്റെ തന്നെ തമിഴ് പാടലുകളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട്, ഈവൻ ഇൻ സംസ്കൃത് ഈസ് അവൈലബിൾ, ഈവൻ ദോ in Parasara, even the Parasara and also Varahamihara is available right now. We can download it from any Google platforms like PDF. അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റും. ഇതിന്റെ അവസ്ഥ അന്ന് എഴുതി വെച്ചത്, അന്ന് പോലും ഒരാളെ ഒബ്സർവ് ചെയ്തിട്ടാണ് അയാളുടെ ഫലം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പുയോബി പടു, ഇതെപ്പോഴും പറയണം, പുയോബി പടു ബുദ്ധി പടു തീയം ഹോരാഫലജ്ഞപ്തയേ ശബ്ദന്യായ സമന്യുതേഷു ബഹുശാസ്ത്രേഷു ദുഷ്ടേഷബി ഓരാ തന്ത്രമഹാർണവ പ്രതരണേ ഭഗ്നോത്വമന്വാമഹം സ്വൽപ്പം വൃത്ത വിചിത്ര മർത്തബഹുലം. ഊഹഭാടുക്കളായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ തന്നെ ഊഹിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയ്ക്കും ആ ഒബ്സർവേഷൻ കപ്പാസിറ്റി ഉള്ള ആളുകളുമായിരിക്കണം ജ്യോത്സ്യൻ. അപ്പൊ ഇത് ജ്യോത്സ്യന്റെ കപ്പാസിറ്റി ആയിട്ടും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ദൈവജ്ഞേന സമാഹിതേന സമയോ ദേശാസ്വായുർദശ എന്ന് പറയുന്ന പ്രമാണം യൂസ് ചെയ്യാറുണ്ട്. വേണം നിങ്ങൾ പഠിച്ചു വെച്ചോ. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയില് വേറൊരു വിഷയമായിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം.